ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മലബാർ സ്പെഷ്യൽ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരൊന്നും കേട്ട് ആരും ഇതാവണ്ട. ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് നമ്മളെ പണ്ടത്തെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള പണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് കുക്കറിൽ ഉണ്ടാക്കി നിങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ സൈസ് ഉള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചതാണ്. നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് 3 അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അവിടെ വെക്കുക നമുക്ക് ചോറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ മൊത്തം ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കൈപ്പിടി ഇതാ ഇത്ര ഉണ്ടാവുള്ളൂ. ലേശം ഞാനവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ള് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് വയന്ന് വരുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം തന്നെ കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും. അപ്പോൾ ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ. 2 മിനിറ്റൊക്കെ മാക്സിമം ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഉടയാൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗം മതി. 2 മിനിറ്റാണ് ഇപ്പോൾ ഇത് ടൈം എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിവിടെ തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2-3 മതിയാവും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സി ചതക്കേണ്ട ഒന്നുമില്ല, നമ്മൾ കുക്കറിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. ഇതിലേക്ക് ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് വലിയ പീസായിട്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും അങ്ങനെ വാടി കുഴയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ തക്കാളിക്ക് കണ്ടില്ല അങ്ങനെ ഉടയാനൊന്നും തുടങ്ങിയിട്ടില്ല. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. ഇത് രണ്ടും ഞാനിപ്പോൾ ഇവിടുന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് യോജിപ്പിച്ച് ഒന്ന് എന്താ പറയുക മൊത്തത്തിലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ അളന്ന് വെച്ചതാണ്. 2 ടേബിൾ സ്പൂൺ കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തത്. ഇനി അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതുകൊണ്ടല്ലോ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറാണ്. ഒരു 3/4 ടേബിൾ സ്പൂണാണ്. ഇത് ഉണ്ടാക്കണത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഹോം മെയ്ഡ് മസാല എന്നുള്ളതിലുണ്ട് കേട്ടോ. ഇനി ഇതിൽ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ 2 പൊടികളെ നമ്മൾ ഇടുന്നുള്ളൂ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഇട്ടതാണ്, ബാക്കിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിനി അടുത്തത് മല്ലിയിലും പുതിനയാണ്. ഒരു 3/4 കപ്പ് മല്ലിച്ചപ്പും അതേപോലെ തന്നെ 1/2 കപ്പ് പുതിന ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇലകളൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാലാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 3/4 കപ്പ് മല്ലിച്ചപ്പും 1/2 കപ്പ് പുതിനയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇപ്പോൾ ഞാനിവിടെ എടുത്തത് 800 ഗ്രാം ചിക്കനാണിത്. 1 കിലോ ഇല്ല, 800 ഗ്രാമേ ഉള്ളൂ. നല്ല വലിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വെച്ച ചിക്കനാണ്. അത് മീൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെയാണ് ഇതിൻ്റെ വേവുന്ന സമയം എന്ന് പറയുന്നത്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒറ്റ വിസിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ നേരം കൊണ്ട് തന്നെ ഞാൻ വേറൊരു കുക്കർ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു വിസിൽ വരുന്നവരെ അത് ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ചോറും ആവും. അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല നെയ്യ്, ഒരു 3 ടേബിൾ സ്പൂൺ നല്ല നെയ്യുമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ ഗീയും അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഉള്ളി ഉണ്ടല്ലോ, ഫുള്ളായിട്ട് നമ്മൾ ഉള്ളി മസാലയിൽ ഇട്ടില്ല, നമ്മൾ കുറച്ച് അവിടെ മാറ്റി വെച്ചില്ല, അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ബിരിയാണിക്ക് പൊരിക്കാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ചിട്ട് കോരി മാറ്റുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് കോരി മാറ്റുക. ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ അത് എടുത്ത് വെക്കണേ. അപ്പോൾ അത് ഉള്ളി നല്ലോണം ചോന്നിട്ടുണ്ട്, അത് ഞാൻ കോരി മാറ്റാണ്. അപ്പോൾ അത് ഉള്ളി ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും വേണം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ആ അണ്ടിപ്പരിപ്പും കിസ്മിസിൻ്റെ ഒക്കെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുന്തിരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി വരാൻ തുടങ്ങും, വീർത്ത് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം.
അപ്പോൾ ഇതാ ഞാൻ അണ്ടി മുന്തിരിയും കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടാനുള്ള ഉള്ളി അണ്ടി മുന്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഈ സെയിം എണ്ണയിലൊക്കെ തന്നെ ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ഇത് ഞാൻ ഇവിടെ എടുത്തത് കൈമ റൈസാണ്, നമ്മൾ ജീരകശാല എന്ന് പറയുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഒരു 3 കപ്പാണ് ഇപ്പോൾ ഇതുള്ളത്. മെഷറിംഗ് കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 3 കപ്പ്. അത് നല്ലോണം കഴുകണം. അപ്പോഴത്തേക്ക് കഴുകണ നേരം കൊണ്ട് തന്നെ നമുക്കൊരു കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ഒരു ബേ ലീഫ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴുകി കൊണ്ടുവന്ന അരി അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അരി നമ്മളിവിടെ പൊതിർത്തിയിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്, ഇപ്പം തന്നെ കഴുകിയിട്ട് അപ്പം തന്നെ ഇതിലിട്ട് കൊടുക്കുകയാണ്, വറുത്ത് വെക്കുകയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ആ അരി കഴുകിയിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്ത് വെക്കുക എന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ നെയ്യ് കിടന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് അരി പൊട്ടിപ്പോകാൻ പാടില്ല. അതിനാണ് മരത്തിൻ്റെ കയ്യിലെടുക്കണം എന്ന് പറയുന്നത്. മരത്തിൻ്റെ കയ്യിലെടുത്താൽ അരി പൊട്ടിപ്പോകാണ്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരി ഇവിടെ റെഡിയാവും. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു പാകം വരും, അതാണ് വറുത്ത് എന്നുള്ളത് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ നന്നായിട്ട് അരി വറന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒന്നും കട്ട പിടിക്കാണ്ട് ഇങ്ങനെ അരി വേറെ വേറെ ആയിട്ട് വീഴുന്നുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളം അരിക്ക് 5 കപ്പ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ 5 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡബിൾ വേണ്ട കേട്ടോ. ഇത് നമ്മൾ കുക്കറിൽ വെക്കുന്നതായതുകൊണ്ട് ഡബിൾ വെള്ളം എടുക്കേണ്ടിയില്ല. പിന്നെ ഇതാ 1 ടീസ്പൂൺ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെയ്ച്ചോറും ബിരിയാണിയും വെക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപ്പിടുക. ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ഉപ്പുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അത് മൂടിയിട്ട് ഇതിൻ്റെയും വേവിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒറ്റ വിസിലാണ് കേട്ടോ. ഒരു വിസിൽ വരുന്നവരെ അതും ആവട്ടെ. അപ്പോൾ അത് മസാല നമ്മളത് ഇവിടെ ഒരു വിസിൽ വന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, മസാല നല്ല കറക്റ്റ് പാകത്തിലായി വന്നാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളം നിങ്ങൾ ഇനി വറ്റിക്കാനും ഇതാക്കാനൊന്നും പോകണ്ട കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് കറക്റ്റ് പാകത്തിൽ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്യണമെങ്കിൽ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുക. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആ ചോറ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചോറിന് നല്ലൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാനത് വറ്റിക്കേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ ചോറും ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഇതും ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. കറക്റ്റ് പാകത്തിലാണ് നമ്മൾ ചോറും ആയത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല. അപ്പോൾ ഡബിൾ വെള്ളം ഒഴിക്കണ്ട. കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഡബിൾ ഒഴിച്ച് കഴിഞ്ഞാൽ അരി വല്ലാണ്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഈ ഒരു പാകത്തിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നല്ല പാകത്തിലായി വന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച മസാലയാണിത്. അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയിൽ കുറച്ചധികം ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി നമ്മൾ ദം ചെയ്യണ സമയത്ത് ഈ അരിയിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്യും, നല്ലോണം കുടിക്കും. അപ്പോഴാണ് ഈ ഒരു ചോറിന് നല്ലൊരു ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ് ഞാൻ വെള്ളങ്ങൾ വറ്റിച്ചെടുക്കാൻ വേണ്ടി പോകരുത് എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടറിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്തതാണിത്. അത് ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടിച്ച് കൊടുക്കുക. 1 ടീസ്പൂണാണ് റോസ് വാട്ടർ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഉള്ളിയും അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മല്ലിയിലിട്ടുണ്ട്. ഈ സെയിം പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്യാം കേട്ടോ. കുറച്ച് ബിരിയാണി മസാലൻ്റെ പൊടിയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് നേരം ദം ചെയ്യാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് സമയമായി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബിരിയാണി. ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് പറഞ്ഞിരിക്കാൻ കഴിയാത്തത്രയും ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്ന് അത്രയും ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചോറ് തന്നെയാണിപ്പോൾ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കുക്കറിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അടിയിലുള്ള നമ്മൾ ആ ഒരു ഗ്രേവി കുടിച്ചെടുത്ത കുറച്ച് ചോറുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മൊത്തത്തിലൊന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്ര എടുത്തിട്ട് ഈ ഒരു ചോറിൻ്റെ കൂടെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, ആ ഒരു കറി വലിച്ചെടുത്തിട്ടുള്ള ചോറാണ് ഏറ്റവും അടിയത്തെ. ഇതിന് നന്നായിട്ട് ഈ എല്ലാ ചോറും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ചോറിന് വരിക. ഈ ഒരു റെസിപ്പി ഇന്ന് ഞാനിവിടെ ഇടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടോ, ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഗൾഫിലുള്ള ആൾക്കാർക്കും നാട്ടിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ മക്കൾക്കാണെങ്കിലും ഇല്ല പെൺകുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരിക്കണം. അധികം മെനക്കെടാനൊന്നും പറ്റാത്ത ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് നല്ല റിസൾട്ടും കിട്ടണം അല്ലേ. ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നണം, ആ ഒരു നല്ല ടേസ്റ്റിലായി വരണം, എന്നാലാണ് അവർക്ക് ഈ ഒരു കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് വലിയ മെനക്കെടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് വിളമ്പാണ്.
ഇന്നിപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലായിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത് ഒറ്റ പാത്രത്തിൽ തന്നെയാണ്. മസാലയും ചോറും എല്ലാം ഒന്നിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ മസാലയും ചോറും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഇത് എന്നുള്ളത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾക്ക് തിന്നാൽ പൂതി ഇടൂല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ അസ്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് വിളമ്പുന്നതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ കുറച്ച് റായ്ത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, കുക്കുമ്പറും തൈരും ചേർത്തിട്ട്. പിന്നെ അത് മാങ്ങ അച്ചാറാണ്. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് എടുത്തത്. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കിടിലൻ മലബാർ ദം ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വിട്ടുപോകരുത്. ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.